ISO 45001, the Occupational Health and Safety Management System Standard. The ISO standard ISO 45001 provides an OHSMS standard that an organization can be externally audited against. Successful certification to the management standard means that the organization can demonstrate to other interested parties, such as clients, that it has a robust SMS that can stand up to close scrutiny. ISO 45001 is based on the PDCA management cycle and is fully compatible with other ISO management standards such as ISO 9001, an internationally recognized quality management standard, and ISO 14001, an internationally recognized environmental management standard. ISO 45001 തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റാൻഡേർഡ്. ISO 45001 എന്ന സ്റ്റാൻഡേർഡ് ഒരു സ്ഥാപനത്തിന് പുറത്തുനിന്നുള്ള ഓഡിറ്റിന് വിധേയമാക്കാവുന്ന ഒരു OHSMS തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റാൻഡേർഡ് നൽകുന്നു. ഈ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡിനുള്ള വിജയകരമായ സർട്ടിഫിക്കേഷൻ എന്നാൽ ഒരു സ്ഥാപനത്തിന് അതിന്റെ ശക്തമായ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റം SMS സൂക്ഷ്മപരിശോധനയിൽ നിലകൊള്ളാൻ കഴിയുമെന്ന് മറ്റ് താൽപ്പര്യമുള്ള കക്ഷികൾക്ക് ഉപഭോക്താക്കളെപ്പോലെ തെളിയിക്കാൻ സാധിക്കും. ISO 45001 PDCOA PDCA മാനേജ്മെന്റ് സൈക്കിളിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൂടാതെ ISO 9001 അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഗുണനിലവാര മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ISO 14001 അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പരിസ്ഥിതി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് തുടങ്ങിയ മറ്റ് ISO മാനേജ്മെന്റ് സ്റ്റാൻഡേർഡുകളുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നതാണ്. Outline of the standard. Context of the organization, management system framework, requires that the OHSMS is designed and operated so as to be appropriate to the organization and its operational environment. Referring to the figure, we can see that this forms both the environment in which the management system operates, the boundaries of the system, and the system itself. This sets the scene. സ്ഥാപനത്തിന്റെ പശ്ചാത്തലം, മാനേജ്മെന്റ് സിസ്റ്റം ചട്ടക്കൂട് OHSMS രൂപകൽപ്പന ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നത് സ്ഥാപനത്തിനും അതിന്റെ പ്രവർത്തന പരിസ്ഥിതിക്കും അനുയോജ്യമായിരിക്കണമെന്ന് ഇതാവശ്യപ്പെടുന്നു. ചിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് മാനേജ്മെന്റ് സിസ്റ്റം പ്രവർത്തിക്കുന്ന പരിസ്ഥിതിയും സിസ്റ്റത്തിന്റെ അതിരുകളും സിസ്റ്റം തന്നെയും രൂപപ്പെടുത്തുന്നു. ഇത് ഒരു പശ്ചാത്തലമൊരുക്കുന്നു. Leadership and worker participation, management system framework, requires that the OHSMS is driven by those at the top of the organization, with the active engagement and participation of workers at all levels. From the figure we can see that this requirement sits at the heart of the PDCA management cycle with a very heavy emphasis on management leadership. The standard makes it clear that top management must be personally involved in driving and promoting the management system. നേതൃത്വവും തൊഴിലാളികളുടെ പങ്കാളിത്തവും മാനേജ്മെന്റ് സിസ്റ്റം ചട്ടക്കൂട് എല്ലാ തലങ്ങളിലുമുള്ള തൊഴിലാളികളുടെ സജീവമായ പങ്കാളിത്തത്തോടും സഹകരണത്തോടും കൂടി സ്ഥാപനത്തിന്റെ ഉന്നത തലത്തിലുള്ളവർ OHSMSനെ നയിക്കണമെന്ന് ഇതാവശ്യപ്പെടുന്നു. ചിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആവശ്യം PDCOA മാനേജ്മെന്റ് സൈക്കിളിന്റെ കേന്ദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാനേജ്മെന്റ് നേതൃത്വത്തിന് വളരെ വലിയ ഊന്നൽ നൽകുന്നുണ്ട്. മാനേജ്മെന്റ് സിസ്റ്റം നയിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും ഉന്നത മാനേജ്മെന്റ് വ്യക്തിപരമായി ഇടപെടണം എന്ന് സ്റ്റാൻഡേർഡ് വ്യക്തമാക്കുന്നു. Planning plan requires that an ongoing planning process forms a part of the OHSMS so that hazards, risks and opportunities for improvement are identified and that appropriate action is identified and planned. This requirement sits in the plan element of the PDCA cycle and contains many requirements which are central to most organizations' health and safety management arrangements, such as planning for emergencies and planning the risk assessment system. ആസൂത്രണം, പ്ലാൻ, അപകടങ്ങൾ, റിസ്കുകൾ, അവസരങ്ങൾ, മെച്ചപ്പെടുത്തലിനുള്ളത് എന്നിവ തിരിച്ചറിയാനും ഉചിതമായ നടപടികൾ തിരിച്ചറിഞ്ഞ് ആസൂത്രണം ചെയ്യാനും OHSMSന്റെ ഭാഗമായി ഒരു തുടർച്ചയായ ആസൂത്രണ പ്രക്രിയ ഉണ്ടാകണമെന്ന് ഇതാവശ്യപ്പെടുന്നു. ഈ ആവശ്യം PDCOA സൈക്കിളിന്റെ ആസൂത്രണം എന്ന ഘടകത്തിൽ ഉൾപ്പെടുന്നു. കൂടാതെ മിക്ക സ്ഥാപനങ്ങളുടെയും ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് ക്രമീകരണങ്ങൾക്ക് കേന്ദ്രമായ പല ആവശ്യകതകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഉദാഹരണത്തിന് അടിയന്തര സാഹചര്യങ്ങൾക്കായുള്ള ആസൂത്രണവും റിസ്ക് വിലയിരുത്തൽ സിസ്റ്റം ആസൂത്രണം ചെയ്യലും. Support DO is concerned with the provision of support for the OHSMS so that it can be established, implemented, maintained, and continually improved. പിന്തുണ DO OHSMS സ്ഥാപിക്കാനും നടപ്പിലാക്കാനും പരിപാലിക്കാനും തുടർച്ചയായി മെച്ചപ്പെടുത്താനും ആവശ്യമായ പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇത്. Operation DO requires that hazard and risk are operationally managed. The figure shows how both of these requirements form the DO element of the PDCA cycle, being concerned with many of the core management activities that are central to good occupational health and safety, OHS management. പ്രവർത്തനം DO അപകടങ്ങളും റിസ്കുകളും പ്രവർത്തനപരമായി കൈകാര്യം ചെയ്യണമെന്ന് ഇത് ആവശ്യപ്പെടുന്നു. ഈ രണ്ട് ആവശ്യകതകളും PDCOA
സൈക്കിളിന്റെ ചെയ്യുക ഡു എന്ന ഘടകത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് ചിത്രം കാണിക്കുന്നു. ഇത് നല്ല തൊഴിൽപരമായ ആരോഗ്യ, സുരക്ഷ, OHS മാനേജ്മെന്റിന് കേന്ദ്രമായ പല പ്രധാന മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. Performance evaluation, check, requires the systematic internal monitoring and reviewing of OHS performance with a view to driving continual improvement. The figure shows how this fulfills the requirements of check in the PDCA management cycle. പ്രവർത്തനക്ഷമത വിലയിരുത്തൽ ചെക്ക് തുടർച്ചയായ മെച്ചപ്പെടുത്തലിനായി OHS പ്രവർത്തനക്ഷമത വ്യവസ്ഥാപിതമായി ആന്തരികമായി നിരീക്ഷിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യണമെന്ന് ഇത് ആവശ്യപ്പെടുന്നു. ഇത് PD0 മാനേജ്മെന്റ് സൈക്കിളിലെ പരിശോധിക്കുക ചെക്ക് എന്ന ആവശ്യകത എങ്ങനെ നിറവേറ്റുന്നുവെന്ന് ചിത്രം കാണിക്കുന്നു. Improvement Act embeds the principle of learning lessons and implementing the learning from those lessons into the OHSMS. The figure shows how this sits on the position of Act that closes the loop of the management cycle and explicitly requires both organizational learning and ongoing enhancement of the management system. From a practical perspective, the requirement sets out many routine OHS management activities such as safety inspections to identify non-conformities and accident investigation. മെച്ചപ്പെടുത്തൽ ആക്ട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആ പാഠങ്ങളിൽ നിന്ന് ലഭിച്ച അറിവുകൾ OHSMSലേക്ക് നടപ്പിലാക്കുന്നതിനുമുള്ള തത്വം ഇതിൽ ഉൾച്ചേർക്കുന്നു. ഇത് മാനേജ്മെന്റ് സൈക്കിളിന്റെ ലൂപ്പ് പൂർത്തിയാക്കുന്ന പ്രവർത്തിക്കുക ആക്ട് എന്ന സ്ഥാനത്ത് എങ്ങനെ സ്ഥിതി ചെയ്യുന്നുവെന്നും സ്ഥാപനപരമായ പഠനവും മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ തുടർച്ചയായ മെച്ചപ്പെടുത്തലും ഇത് എങ്ങനെ വ്യക്തമായി ആവശ്യപ്പെടുന്നുവെന്നും ചിത്രം കാണിക്കുന്നു. പ്രായോഗികമായി ഈ ആവശ്യം പല പതിവ് OHS മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും നിർവചിക്കുന്നു. ഉദാഹരണത്തിന് അപാകതകൾ തിരിച്ചറിയാനുള്ള സുരക്ഷാ പരിശോധനകളും അപകട അന്വേഷണവും.